സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് ജനങ്ങൾക്കറിയില്ല സർപ്പ എന്ന് പറഞ്ഞാൽ ആപ്പ് ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെതല്ല. ഒരു വ്യക്തിയുടെ പേരിലിരിക്കുന്ന ഒരു ആപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എംബ്ലം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പാമ്പുകൾക്ക് ഒരിക്കലും കടിക്കുന്ന സമയത്ത് അളന്നു വെച്ച് കടിക്കാൻ പറ്റില്ല. എന്നെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു 2-3 പേര് വനംവകുപ്പിനകത്തുണ്ട്. അവരുടെ അടിമയായിട്ട് നിൽക്കുന്ന കുറച്ചൊരു പുറത്തുണ്ട്. ഏത് രാജ്യമാണെന്ന് വെച്ചാൽ ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണെന്ന് വെച്ചാൽ കേരളത്തിലാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം. കേരളത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എത്രയോ ഇവിടെ പ്രധാനമന്ത്രിയുണ്ട്, രാഷ്ട്രപതിയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അതൊരു പേര് പറഞ്ഞത് വാവാ സുരേഷ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ചേരയെ പോലും ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. ഞാൻ 5 ലക്ഷം രൂപ പന്തായം വയ്ക്കുന്നു, വാവാ സുരേഷിനെ പാമ്പിനെ പിടിക്കില്ല, അതിനുള്ള അവസരം ഞങ്ങളുണ്ട്, അവർക്കില്ല എന്ന് പറഞ്ഞു. മാരക വിഷമുള്ള പാമ്പുകളെ പിടിച്ച് സംരക്ഷിച്ച് കാട്ടിലേക്ക് അയക്കുകയും അതിലൂടെ ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകിയതിലൂടെ ലോകശ്രദ്ധ നേടിയ ശ്രീ വാവാ സുരേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ വാവാ സുരേഷ്. നമസ്കാരം സാർ. ഇപ്പം വാവയുടെ രക്തം കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരാരാണ്? ഒത്തിരി പേരുണ്ട്. കാരണം ഒത്തിരി വെച്ചാൽ നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് നമ്മളെ മോശപ്പെടുത്താനും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും ആൾക്കാർ പ്രവർത്തിക്കുന്നു. അത് എനിക്ക് തോന്നിയത് ഈ എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ ആ ഏരിയയിൽ കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ പുതിയ പാമ്പ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വനംവകുപ്പിനകത്തിന് 1-2 ആൾക്കാരുടെ കീഴിൽ അവരുടെ അടിമകളായിട്ട് നിന്നുകൊണ്ട് വളരെ മോശം പ്രചരിപ്പിക്കുകയും നമ്മൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ എന്നെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു 2-3 പേര് വനംവകുപ്പിനകത്തുണ്ട്. അവരുടെ അടിമയായിട്ട് നിൽക്കുന്ന കുറച്ചൊരു പുറത്തുമുണ്ട്. അവരാണ് ഇതിൻ്റെ അകത്ത് ഈ ആകെ അസ്വസ്ഥരാണ്. അതെ, അസ്വസ്ഥത. അതായത് വാവയ്ക്ക് ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസമുണ്ട്, പിന്തുണയും വിശ്വാസവും, അതിലാകെ അസ്വസ്ഥരാകുന്ന ഒരു വിഭാഗം ആൾക്കാർ 100%. അവർ വലിയ രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ടോ? നല്ല രീതിയിൽ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ വിളിക്കരുതെന്നുള്ള ക്ലാസ്സുകൾ അങ്ങനെ തന്നെ അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവർക്കൊന്നും എന്നെ വിമർശിക്കാനുള്ള അധികാരമില്ല. കാരണം ഇവരാരും വനംവകുപ്പിൻ്റെ ജീവനക്കാരല്ല. ഈ വിമർശിക്കുന്നവരെല്ലാം താൽക്കാലികമായിട്ട് പോലും വനംവകുപ്പുമായിട്ട് ബന്ധമില്ല, പാമ്പിനെ പിടിക്കാനെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവർക്ക് എന്നെ വിളിച്ച് പറയാൻ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നെ ഒരു പൊതുവേദിയിൽ അധിക്ഷേപിക്കാനോ ഇവർക്ക് അധികാരമില്ല. കാരണം വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫീസർക്ക് മേളിലുള്ളവർക്ക് മാത്രമേ എന്നെ വിളിച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാനുള്ള അധികാരമുള്ളൂ. ഈ പറയുന്നവരാരും അങ്ങനെ അധികാരപ്പെട്ടവരല്ല. ഇവരെല്ലാവരും ഇതിൽ വേറൊരു കേസുണ്ട്. ഈ പറയുന്ന ആൾക്കാരിൽ 3 പേര് വിജിലൻസിൻ്റെ കേസിലെ പ്രതിയാണ് വിജിലൻസ് കേസിലെ പ്രതിയാണ്. അപ്പോൾ അവരിപ്പോഴും പാമ്പിനെ പിടിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു. മറ്റൊന്ന്, വനം വകുപ്പിലുള്ള വലിയൊരു വിഭാഗം ആൾക്കാരും വാവയെ പിന്തുണയ്ക്കുന്നവരാണ്. കാരണം 2006 ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് ട്രെയിനിങ് തുടങ്ങിയ ഒരു റാപ്പിഡ് ടീമിനെ ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്തിയ വാവ ആയിരുന്നില്ലേ? 100%. 2006 ആദ്യമായിട്ട് പാമ്പുകളെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുക. എനിക്ക് അന്ന് നമ്മളെ കോന്നിയിലാണ് ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത്. അന്നത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അന്നത്തെ IFS ഓഫീസർ എന്ന് പറയുന്നത് തന്നെ പുകഴേന്തി സാർ IFS ആണ്. അന്ന് തുടങ്ങിയതാണ്. 2006 തുടങ്ങി ഏകദേശം 2020 വരെ 19-20 വരെയും ട്രെയിനിങ് അരിപ്പയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്ത്. അതായത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ്, അതായത് നമ്മുടെ നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളത്തുകാർക്ക് ജംഗിൾ ട്രെയിനിങ് സമയത്ത് ഞാൻ കൊളത്തുപുഴയ്ക്കടുത്ത് ചോഴിയക്കോട് വെച്ച് വനത്തിനകത്ത് വെച്ച് ആ ജംഗിൾ ട്രെയിനിങ് സമയത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. പിന്നെ അത് തണ്ടർ ബോൾട്ട്, കേരളത്തിലെ പോലീസിൻ്റെ കരുത്തന്മാരെ തണ്ടർ ബോൾട്ടിന് ട്രെയിനിങ് കൊടുത്തു നമ്മുടെ പേരുക്കടയിൽ, നമ്മുടെ SIP ക്യാമ്പിനകത്ത്. അതൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പലതും പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ പാമ്പിനെ പിടിക്കാൻ ഒരു സ്ഥലത്ത് അവർ ചെല്ലുമ്പോഴത്തേക്ക് കൈ കൊണ്ട് പോയി എടുക്കൂ അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവർക്കത് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു മോശമാക്കുമ്പോഴത്തേക്ക് നമ്മളെ മോശം ചിത്രീകരിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ വിളിക്കാതിരിക്കണം. ഇതാണ് അവരുടെ. പക്ഷേ ജനങ്ങൾക്ക് വാവയിലുള്ള വിശ്വാസം കൂടി വരികയാണ്. കാരണം എവിടെയെങ്കിലും നാട്ടിലൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആദ്യം വിളിക്കുന്നത് ഈ ഞാൻ ഉൾപ്പെടെ അത് ഞാൻ ആ രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നത്, ഈ ജനകീയനാക്കി കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ഒരു വലിയൊരാളാവണമെന്നൊന്നും ചിന്തിച്ചൊന്നുമില്ല. ജനങ്ങൾക്കൊരു സേവനം ചെയ്യുക, അതോടൊപ്പം തന്നെ ഇവയെ സംരക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും ചിരിച്ച് കളിച്ച് സംസാരിച്ച് അവരുടെ വീട്ടിൽ ജോലി ഈ പറമ്പിൽ വെട്ടി കിളച്ച് മധുരം പൊളിച്ചൊക്കെ എടുക്കുമ്പോൾ അവരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച് പൈസ വാങ്ങാറുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നാൽ വാങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ സമീപിച്ച് പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു ഭയം മാറ്റി. ഞാൻ തമാശയൊക്കെ പറഞ്ഞ് പാമ്പ് ഭീകരജീവിയായിട്ട് അവർ നിൽക്കുമ്പോൾ ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ഇതിനെ കളിയാക്കി, പാമ്പിനെയും കളിയാക്കി, ഇവരെയും കളിയാക്കി തമാശയൊക്കെ പറഞ്ഞ് ഷേക്കൻ്റെ കൊടുത്താണ് ഞാൻ പിരിയുന്നത്. അപ്പോൾ ആ ഒരു മനസ്സിൽ എന്നും അവരുടെ മനസ്സിൽ ആ ഓർമ്മ നിൽക്കുന്നു. വാവയെ വിമർശിക്കുന്നവർ പ്രധാനമായിട്ടും പറയുന്നത് ലൈസൻസ് വാവയ്ക്കില്ല, വാവ പാമ്പിൻ്റെ തലയിൽ പിടിക്കുന്നു. യഥാർത്ഥത്തിൽ ലൈസൻസ് ഒക്കെ വരുന്നത് 2020 ശേഷമല്ലേ? 2021 2021 കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ലൈസൻസ് വരുന്നത്. അത് ഉത്തരാ കൊലക്കേസും കഴിഞ്ഞ് കൊറോണയും കഴിഞ്ഞതിന് ശേഷമാണ് അത് തുടങ്ങുന്നത്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ സാറിൻ്റെ ചോദിക്കുന്ന ചോദ്യം എനിക്ക് അതിനോടൊപ്പം എന്നെക്കാൾ അറിവ് സാറിനുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ നമ്മുടെ
സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ നമുക്ക് പാർലമെൻറ്റ് കൂടാതെ നിയമസഭ കൂടാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആക്റ്റാണ്. അതിനൊരു സംസ്ഥാനത്തിന് സർക്കാരിലൊരു നിയമസഭയിൽ പാസ്സാക്കാതെ നമുക്കത് ഒരു ലൈസൻസായി കൊടുക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, ലൈസൻസ് ഒരു സംവിധാനം കേരളത്തിലുണ്ടോ? അതുമാത്രമല്ല സാറ്, ഇത് ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ലൈസൻസ് എന്ന് പറയുന്ന സാധനം സർപ്പ എന്നൊരു ആപ്പാണ് പറയുന്നത്. ഈ ആപ്പ് എന്ന് പറയുന്നത് ആരെ പേരിലായിരിക്കും? സർപ്പ ആപ്പ് എന്നുള്ളതിനെ കുറിച്ച് വലിയ വിമർശനമുണ്ട്. കാരണം അത് ഓപ്പൺ ചെയ്യാൻ തന്നെ പ്രയാസമാണ്. ശരിക്കും ആരുടെയാണ് ഈ സർപ്പ ആപ്പ്? സാർ ചോദിച്ച നല്ല ചോദ്യമാണ്. കാരണം എന്താ പറയുക, ഇന്ന് ജനങ്ങൾക്ക് അറിയില്ല. സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ അല്ല, ഒരു വ്യക്തിയുടേതാണ്. ആ വ്യക്തിയുടെ പേര് ജോസ് ലൂയിസ് എന്നാണ്. ഈ ആപ്പിൻ്റെ ആദ്യത്തെ പേര് ഇന്ത്യൻ സ്നേക്ക് .org എന്നാണ് ഇതിൻ്റെ പേര്. ഇവർക്ക് വേണ്ടി മാത്രമാണ് ഇതിന് ഈ ഒരു ആപ്പ് പക്ഷേ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം ഈ ജോസ് ലൂയിസ് എന്ന് പറഞ്ഞ സ്വകാര്യ വ്യക്തിയുടെ കാര്യം. ഇതിന് വേറെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആരോ 1-2 പേര് നന്നായിട്ട് നമ്മുടെ സർക്കാരിനെയും നമ്മുടെ മന്ത്രിയും നമ്മുടെ അധികാരികളെയും പറ്റിച്ചുകൊണ്ടാണ് ഈ ആപ്പിനെ ഇവിടെ വിജയിച്ചു എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചതിന് ശേഷം ഇപ്പോൾ വേറൊരു സീക്രട്ട് കൂടി ഉണ്ട്. സാറിന് അറിയാമോ? ഈ സാധനം കേരളത്തിൽ സമ്പൂർണ്ണ വിജയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സർപ്പ എന്ന് പറഞ്ഞ സാധനത്തിനെ തമിഴ്നാട്ടിലേക്ക് ഡീൽ ചെയ്തിരിക്കുകയാണ് ഇത് വിൽക്കാനായിട്ട്. അതെങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സാധനം മറ്റൊരു സംസ്ഥാന ഈ സർക്കാർ അറിയാം, ആ സർക്കാർ ഒരാളിനെങ്ങനെ വിൽക്കാൻ പറ്റും? സർക്കാരിൻ്റെ ഒരു എംബ്ലം ഇതിലുണ്ടെന്ന്, ഒരു എംബ്ലം ഉണ്ട് ഇതിൽ. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഞാൻ ചോദിക്കും, അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയുടെ പേരിലിരിക്കുന്ന ഒരു ആപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എംബ്ലം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിയില്ല. ഇങ്ങനൊരു സാധനമേ ഇല്ല. അതുമാത്രമല്ല, ഇത് ഒരു തട്ടിപ്പ് സംവിധാനമാണെന്നാണ് എനിക്ക് എൻ്റെ. അതുപോലെ പാമ്പിനെ കണ്ടാൽ ആൾക്കാർ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഓടുവോ അതോ ജീവൻ രക്ഷിക്കാനായിട്ട്? ഞാൻ ചോദിക്കട്ടെ സാറേ, ഇതിലൊരു ഇപ്പം നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു പ്രളയം ഉണ്ടാവും. പെട്ടെന്ന് വെള്ളം കയറുന്നപ്പോൾ 3-4 പേര് ഒലിച്ചു പോകുന്നു. അവർക്ക് നീന്താൻ അറിയില്ല. നമ്മൾ റെസ്ക്യൂ ടീം വരുന്നവർ ഇവിടെ കാത്തു നിൽക്കുമോ? അപ്പോൾ നമ്മളെ ജീവൻ പോയാലും പ്രശ്നമില്ല, നമ്മൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. എൻ്റെ ദൗത്യം അതാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആൾക്കാർ ക്ലാസ്സിന് വിളിക്കുന്നു, ക്ലാസ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് ആ സാധനം കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അവാർഡുകൾ കിട്ടുന്നു. അപ്പോൾ ഇതൊന്നും ഉണ്ടാവരുതെന്ന് ആണ് പലരും ചിന്തിക്കുന്നത്. ഇനി ഒരു ചെറിയ സംശയം, ഒരു കാര്യം ഞാൻ സാറിനോട്, ഒരു 5 വർഷം 4 വർഷമാണെന്ന് തോന്നുന്നു, കാസർഗോഡ് ജില്ലയിലൊരു പയ്യൻ ഇവരോടൊപ്പം ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ. പയ്യൻ്റെ പേരെനിക്കറിയാം. പേര് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് ആവശ്യം വന്നാൽ മാത്രം പറയാം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചർച്ചയിൽ അവർ തമ്മിലുള്ള ഗ്രൂപ്പ് ചർച്ചയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ 5 ലക്ഷം രൂപ പന്തായം വയ്ക്കുന്നു, വാവാ സുരേഷിനെ പാമ്പിനെ പിടിക്കില്ല, അതിനുള്ള അവസരം ഞങ്ങളുണ്ട്, അവർക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ നടന്നത്. വൈരാഗ്യമാണ്. അതെ, ഞാൻ അവർക്കൊരു ശത്രുവല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ശത്രുത വരുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉത്തര വധക്കേസ് വന്നപ്പം വാവാ സുരേഷ് കൗമുദി ടിവിയിലെ സ്നേക് മാസ്റ്ററിലൂടെ ഈ കാര്യങ്ങൾ കിഷോറിന്റെ നേതൃത്വത്തിൽ അതൊരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ച 8 എപ്പിസോഡ്, കോടതി 7 എപ്പിസോഡ് കോടതി തെളിവായിട്ട് സ്വീകരിച്ചു. മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നറിയാം? അതിനെ ഞാൻ വിമർശിച്ചു. പാമ്പ് കടിക്കാനായിട്ട് ഡമ്മി പരീക്ഷണം നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും പൊട്ടന്മാർ ചെയ്യുമോ? പാമ്പ് ഡമ്മിയിൽ കടിക്കുമോ? പിന്നെ അതിന് 1.5 മണിക്കൂർ തന്നെ അങ്ങോട്ടിട്ട് അടിക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു, ഡമ്മിയൊക്കെ. ഇതിനെയൊക്കെ ഞാൻ വിമർശിച്ചു. ഇത് പൊട്ടത്തരവല്ലേ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിൽ ഉദിച്ചാണ് ഈ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന സംശയം. ഞാനാണത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ സ്നേഹത്തോടെ കാണുന്നു. ഇപ്പോൾ കർണാടകത്തിലൊക്കെ പോയി ഇറങ്ങി നമ്മൾ കൗമുദിയുടെ സ്നേക് മാസ്റ്റർ ഷൂട്ടിനായ സമയത്ത് നമുക്ക് റോഡിൽ കൂടെ പോകാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. നമുക്ക് അത്രയ്ക്ക് ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു. ബഹുമാനം ഇപ്പോൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ ഒരു അംഗീകാരം കിട്ടിയ അതൊക്കെ ആൾക്കാരിൽ, ഇത്തരം ആൾക്കാരിൽ ഒരു അസൂയ കൂടുതലോ വൈരാഗ്യമാക്കി. വേറൊരു ഭാഗ്യം കൊണ്ടുണ്ട് സാർ. എന്താണെന്ന് അറിയാമോ? സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിലെ രാജകുമാരൻ, അതാണ് അതിലേക്ക് വരിക. അതാണ് ചാൾസ് രാജകുമാരൻ വന്ന് വാവയെ കാണാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയും വാഴച്ചാൽ വെച്ചല്ലേ വാഴച്ചാൽ വെച്ച് കാണുകയും ചെയ്തു. വലിയ രീതിയിൽ വാവയെ പ്രശംസിക്കുകയും ചെയ്തു. അതിനടുത്ത് വേറെ സംഭവം, ഈ 2025 ഒരു സംഭവം ഉണ്ടായി. അവിടെ നമ്മൾ ഇതെന്ന് ചെയ്ത് വെളിയിൽ പറയാനായിട്ടൊരു വാർത്ത ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവരുടെ പാർലമെന്റ് കഴിഞ്ഞ് അദ്ദേഹം ചാൾസ് രാജകുമാരൻ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കോട്ടയത്തുള്ള ഒരു ആളിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് ജീവനക്കാരനാണ്. അപ്പോൾ സംസാരിച്ച സമയത്ത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ ഇന്ത്യയാണെന്ന്, ഇന്ത്യയിലാണെന്ന് വെച്ചാൽ കേരളത്തിലാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം? കേരളത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എത്രയോ ഇവിടെ പ്രധാനമന്ത്രി ഉണ്ട്, രാഷ്ട്രപതി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അതൊരു പേര് പറഞ്ഞത് വാവാ സുരേഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെ അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ലോകശ്രദ്ധ നേടിയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. ഇതെന്ന് പറയുന്ന വെറും വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷവും വൈരാഗ്യവും അസൂയയാണ്. ഇനി ഒരു കാര്യം സാറിൻ്റെ പറയാം. നമുക്ക് അസൂയയ്ക്ക് നമുക്ക് മരുന്നില്ല, കഷണ്ടിക്ക് മരുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, ഇവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ സർപ്പ എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, 0 ബൈറ്റ് പോളിസി.
സീറോ ബൈറ്റ് പോളിസി. സാറിനറിയാമോ 5 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ 14 ജില്ലയിൽ പാമ്പിനെ പിടുത്തക്കാർക്ക് കടി കിട്ടിയത് 100-ലേറെയാണ്. എത്ര വാർത്ത വന്നിട്ടുണ്ട്. പാമ്പ് പിടുത്തക്കാരായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് കടി കിട്ടുന്നു. 100 ചില്ലാനം പേർ കടി കിട്ടി. ഒരു വാർത്തയില്ല. അതാ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ 2 പേർക്ക് കടി കിട്ടി. ഒരു റേഞ്ച് ഓഫീസറുടെ ഡ്രൈവർ ബക്രം ഷാജി എന്നുള്ള ചെറുപ്പക്കാരൻ കടി. പുള്ളി എന്നെ വിളിച്ചിരുന്നു. പുള്ളിക്ക് ചാക്കിൽ കൂടെയാണ് 7 പേർക്ക് കണ്ണൂർ ജില്ലയിൽ 7 കടികൾ ചാക്കിൽ അവരെ സഞ്ചി കൂടിയാണ് കടി കിട്ടിയത്. 7 പേർക്കാണ്. 10 പേർക്ക് കിട്ടിയത് 7 പേർക്കും സഞ്ചിയിൽ പാമ്പിനെ കൊണ്ടുവിടാൻ പോകുന്ന വഴിക്ക് ചാക്കിൽ ആ സഞ്ചിയിൽ കൂടെ കടി കിട്ടുന്നു. അന്നേരം അതിലൂടെ മനസ്സിലാവുന്ന അവർക്കൊന്നും യാതൊരു പരിചയം ഇല്ലെന്നുള്ളതല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ സാറേ, ഒരു ആളിനെ ഒരു ദിവസം കൊണ്ട് ട്രെയിനിങ് പഠിപ്പിക്കാൻ പാമ്പിനെ പഠിപ്പിക്കാൻ കഴിയും? പാമ്പിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ പിടിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനോടൊപ്പം 1 മാസത്തോളം യാത്ര ചെയ്ത് അദ്ദേഹം റെസ്ക്യൂ ചെയ്യുന്നത് കണ്ട് അതിൻ്റെ വൈറ്റൊക്കെ മനസ്സിലാക്കി പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കടി കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് കടി കിട്ടുന്നതാണ് ഇവർ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 100 പേർക്ക് കടി കിട്ടി. ഒരു വർഷം വെളിയിൽ ആരും അറിഞ്ഞിട്ടില്ല, ഒരു വാർത്തയിലും വരുന്നില്ല, എല്ലാം സീക്രട്ടാക്കി വയ്ക്കുന്നത്. പേടിച്ചിട്ട് കടി കിട്ടിയിട്ട് ഇവരെ പേടിച്ചിട്ട് പാവങ്ങൾ പത്രത്തിലൊന്നും വരാതെ രഹസ്യമായിട്ട് പോയി പുറത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എത്ര കേസുകളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. പേരുടെ കൂടെ ഒരു പാവം ചെറുപ്പക്കാരന് കടി കിട്ടി. പുള്ളിക്കാരൻ പേടിച്ചിട്ട് തിരുവനന്തപുരത്ത് ഇവിടെ എങ്ങും അഡ്മിറ്റ് ആവാതെ വേറൊരു രഹസ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റായി. എൻ്റെ സുഹൃത്താണ് എന്നോടൊപ്പം പറഞ്ഞു, ചേട്ടാ എന്ത് ചെയ്യാൻ പറ്റും? പൊന്മുടിയിൽ വെച്ചു ആരോ മരിച്ചില്ലേ? നല്ല ചോദ്യമാണ് സാറേ ഇത്. എന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ട്രിവാൻഡ്രത്ത് പൊന്മുടിയിൽ വെച്ച് നമ്മുടെ തൊട്ടടുത്ത കിള്ളിപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ഷിബു എന്നുള്ള ചെറുപ്പക്കാരൻ കുറഞ്ഞ് 2 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു. കാട്ടിനകത്ത് വെച്ചാണ് മരണപ്പെടുന്നത്. റിലീസ് ചെയ്യാൻ പോയപ്പോഴാണ് മരണപ്പെടുന്നത്. സർക്കാർ നമ്മുടെ ആറാട്ടി വണ്ടിയിലാണ് പോയത്. കൂടെ പോയത് ആരൊക്കെയാണെന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു മരിച്ച ആളിനെ മോശപ്പെടുത്തും പോലെ ആയിപ്പോവും. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ആ അവസ്ഥയിൽ അവിടെ കൊണ്ടുപോയത്? അവിടെ വെച്ച് വീഡിയോ ഇങ്ങനെ തുറന്നു വിട്ട് വീഡിയോ എടുക്കുന്ന സമയത്താണ് കയ്യിൽ കടി കിട്ടിയത്. അപ്പോഴാണ് മരണപ്പെടുന്നത്. അപ്പോൾ 5-6 പേര് കൂടെ ഉണ്ടായിരുന്നു. അവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണമില്ല. ഒരു പരിശീലനം ഇല്ലാതാണ് ഇവർക്ക് ഇപ്പോൾ ഈ ലൈസൻസ് പലർക്കൊക്കെ കൊടുക്കുന്നത് അല്ലേ? ഒന്നുമില്ല. റോഡേ പ്രോഗ്രാം കാണുന്ന ആളിനെങ്കിൽ വിളിച്ചിട്ട് ഇനി വരുമെന്ന് പറയും. വിളിച്ചിട്ട് തൊടാൻ പറയും. തൊട്ട് തീർന്നു. ഇതിനകത്തൊരു വലിയ ഒരു വിപത്തുള്ള സാറിന് അറിയാമോ? ഇപ്പോൾ ഒരു ചേരയെ പോലും ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടേ? എക്കോസിസ്റ്റം പാമ്പുകൾ ഇത് എന്താ പറയുക, എക്കോ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഇതിന് ഒരു അനിവാര്യമായിട്ടൊരു ഘടകമില്ലേ? അപ്പോൾ അതിന് ഉള്ള സാഹചര്യം പോലും ഇപ്പോൾ ഒരുങ്ങുന്നില്ല. അതിലുപരി ഇപ്പോൾ ഒരു ടീം ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവം നടത്തുമ്പോൾ ഒരു 10-100 പേര് വരുന്നു. ഇതിൽ 2-3 പേരാണ് പ്രത്യക്ഷത്തിൽ വരുന്നത്. ബാക്കിയുള്ളവർ തൊട്ടിട്ടങ്ങ് പോവാണ്. ഇവർക്ക് ലൈസൻസ് ഒരു സംവിധാനമൊന്നുമില്ല. അതെല്ലാം ഇന്നിപ്പോഴും ഒരു വർഷം കൊണ്ട് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഫോറസ്റ്റ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ചിലർ കൂടി ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി മനസ്സിലാക്കിയിട്ട് പാമ്പ് പിടുത്തക്കാർ എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. 100% പബ്ലിസിറ്റി. അങ്ങനെയാണെങ്കിൽ ആരും അറിയാതാണെങ്കിൽ അവർ രഹസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. ഇത് എന്ന് വെച്ചാൽ വീഡിയോ അവർ വീഡിയോ എടുക്കുന്നുണ്ട്, നന്നായിട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇരുന്നുണ്ട്, പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവർക്കൊന്നും എതിരല്ല. പക്ഷേ ഇവരിൽ പലരും ചെയ്യുന്ന രീതികൾ എനിക്ക് പലരും വോയിസ് റെക്കോർഡ് ഇട്ട് തരാറുണ്ട്. എങ്ങനെ പിടിക്കുന്നു, എവിടെയാണ് കണ്ടത്, എവിടെ നിന്നാണ് കെട്ടിപ്പിടിച്ചത്, ഫുള്ള് ഡീറ്റെയിൽസ് തന്നെ ഉള്ളൂ. പക്ഷേ ഇതൊന്നും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ നമ്മളെ അധിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പറയും. അതെ, ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചിട്ട്, നേരത്തെ ഈ വാവയ്ക്ക് ഓണററി ലൈസൻസ് തരാൻ സർക്കാർ തീരുമാനിച്ചായിരുന്നു. നിയമസഭയിൽ ഇടപെട്ടു, അത് വന്നു, പാസ്സാക്കി. പിന്നെ എന്തുകൊണ്ട് നടന്നില്ല? തരൂല. ആരാണ് അതിന്റെ പിന്നിൽ? ഇതിനകത്തൊരു ടീമുണ്ടെന്ന് ഞാൻ അതെ, വനംവകുപ്പിൽ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ വാവയെ ഇങ്ങനെ വേട്ടയാടാൻ നിൽക്കുകയാണ്. 1% 90-80% എൻ്റെ കൂടെ തന്നെ നല്ല സ്നേഹമുള്ള ആൾക്കാർ, നല്ല ബഹുമാനം, നല്ല സ്നേഹവും നല്ല ആദരവും ഞാൻ അവർക്കും കൊടുക്കുന്നുണ്ട്, അവരെനിക്കും തരുന്നുണ്ട്. എന്നെ ആദരിക്കുക, എന്നെ മാനിക്കാത്ത ഒരാളിനോട് ഞാൻ തിരിച്ച് ആ മാന്യത കാണിക്കാറില്ല. എന്നെ മോശം പറയുന്നവരോട് ഞാൻ പേര് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് എൻ്റെ അടുത്ത് വ്യക്തിപരം ഇനി ഈ വ്യക്തിക്ക് സാറിന് അറിയാമെന്നുണ്ട്, ജനങ്ങൾക്കറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ പാമ്പടിയായിട്ട് കിടക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അദ്ദേഹമാണ് അദ്ദേഹം ഇപ്പം എന്നെ വ്യക്തിപരമായിട്ട് എന്തോ മോശം പറഞ്ഞതായിട്ട് ഈ അടുത്ത 3 ദിവസങ്ങൾക്ക് പിന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടനോട് പുള്ളിക്ക് ഇതിൽ മാത്രമുള്ള വൈരാഗ്യമല്ല, ചേട്ടനോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുണ്ട്, അതൊരു ഗ്രൂപ്പിൽ ചർച്ചയിൽ വന്ന് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാവയ്ക്ക് കിട്ടുന്ന അംഗീകാരമാണ് പുള്ളിയെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 100% അസൂയാലുവാക്കുന്നത്. 100%. എന്തായാലും ഈ വേളയിൽ സംസ്ഥാന വനംവകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകളോട് പറയാനുള്ളത്, അങ്ങൊരു ജനകീയ മന്ത്രിയാണ്, അങ്ങ് എന്തായാലും എത്രയും വേഗം ഓണററി ലൈസൻസ് വാവയ്ക്ക് നൽകണം. അല്ലാതെ വാവ പോയി ഇനി വനംവകുപ്പ് ജീവനക്കാരുടെ കാല് പിടിക്കണമെന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ എന്നും വാവയ്ക്കൊപ്പമാണ്. ശരിക്കും ഒരു ജനപിന്തുണ വാവയ്ക്ക് കൂടി വരുമല്ലേ? ഇപ്പോൾ എല്ലാ ദിവസവും എത്ര കോളുകളാണ് വരുന്നത്? ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇപ്പം മാറ്റിങ് കഴിഞ്ഞു. അവർ മുട്ടയിട്ട് മാളത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നൊരു 6 കേസുകളുണ്ടായിരുന്നു. എനിക്ക് 2 ദിവസം മുന്നേക്ക് 15 കേസുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാറേ എനിക്ക് കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൽ പൊളിക്കേണ്ടി വരും, ചില സ്ഥലങ്ങൾ വെട്ടിക്കളയ്ക്കേണ്ടി, അപ്പോൾ സമയം വേസ്റ്റായി പോകും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ വേറെ ആൾക്കാർക്ക് കോൾ കണക്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കോളുകളെല്ലാം ഞാൻ തന്നെ പോകാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി തന്നെ പാമ്പുകളുടെ എണ്ണം കൂടി വരുവാണ്. അത് നല്ല ചോദ്യമാണ്. സാറിന് എവിടെ നിന്ന് അറിവ് കിട്ടിയത്? അല്ല, ഇങ്ങനെ കേട്ടു. രക്ഷയില്ല.
ഒരു രക്ഷയില്ലാതെ പാമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സിറ്റിക്കകത്ത് ഇത്രയും യാത്ര ചെയ്ത് പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഈ കവടിയാറ് ഈ എന്താ പറയുക വഴുതക്കാട് ഈ മേലിൽ നിന്നും പാമ്പിനെ കിട്ടിയിട്ടില്ല. ഇപ്പം കിട്ടുന്നതെല്ലാം നല്ല സൈസുള്ള മൂർഖന്മാർ, കുഞ്ഞില്ലാതെ വലുതാകുമ്പോൾ. ഇത് സൈസുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു ഒരു പഠനങ്ങളില്ല, ഒരു റിപ്പോർട്ടില്ല. പിന്നെ സാറിനൊരു സത്യം അറിയാമോ, ഈ പാമ്പിനെ വനംവകുപ്പ് പിടിക്കുന്ന പാമ്പിനെ കാട്ടിൽ വിടുന്നു, സമ്മതിക്കാം നമുക്ക്, അതിന് യാതൊരു ദാക്ഷിണ്യം. അവർ പിടിക്കുന്ന പാമ്പുകൾ അവർ എല്ലാം എഴുതി തയ്യാറാക്കി അവർ വീഡിയോ എടുത്ത് അവർ കാട്ടിലേക്ക് വിടുന്നു. മറ്റുള്ള എത്രയും പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരാൾ ഇവിടെ വന്ന് പാമ്പിനെ തൊട്ടിട്ട് പോവുകയാണ്. ആ പുള്ളിയുടെ ലക്ഷ്യം എന്താണ്, നാളെ ഒരു സമയത്ത് എനിക്ക് വൈരാഗ്യമുള്ള ഒരാളിന് എന്തെങ്കിലും പകരം വിടണമെങ്കിൽ അടിച്ചാൽ കേസാവും, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്താൽ കേസാവും. ഇതാകുമ്പോൾ പുള്ളിക്ക് ഒന്ന് തൊട്ട് തലോടി അതിൻ്റെ ഭയം മാറിയിട്ട് അദ്ദേഹം അങ്ങ് പോകുന്നു. പിന്നെ ഇദ്ദേഹം എവിടെയാണെന്ന് ആരും അറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഒരാളിനെ പക വീട്ടണം. പുള്ളിക്ക് ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഇത് സംഭവം കഴിഞ്ഞ് പോവുകയാണ്. പുള്ളിയുടെ ആ പേടി മാറി, തൊട്ട് തലോടി എന്നെ വാലി പിടിച്ച് തൂക്കി ഇങ്ങനെ കയറ്റാൻ ശ്രമിക്കുന്നു. അതിലുപരി എന്താണെന്ന് അറിയാമോ, ലോകത്തിലെ ഏറ്റവും പാമ്പിനെ പിടിപ്പിക്കുന്നവരാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിപ്പിക്കുന്നവരാണ് ഇവരല്ലേ. ഒരു പാമ്പിനെ കൊണ്ട് 150 പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു പീഡനമല്ല. അപ്പോൾ ഇവരെ പേരിലല്ലേ നടപടി ഉണ്ടാവേണ്ടത്. പിന്നെ വേറൊരു സത്യം സാറിന് അറിയാമോ, ഈ ബാബ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാമ്പിനെ വെച്ച് ആൾക്കാരോട് പക വീട്ടുന്നവരും ഉണ്ട്. ഇനി വരാൻ പോകുന്നത് മാരകമായ അപകടങ്ങളാണ്. സാറ് ഇത് ഓർത്ത് വെച്ചോ. ഇപ്പോൾ നാട്ടിൽ കോഴി മുട്ട വിരിയും കണക്ക് അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇവരാരും പ്രത്യക്ഷത്തിൽ പാമ്പിനെ പിടിക്കാൻ പോകാനുള്ളവരല്ല, ഇവരാരും പോകുന്നില്ല. വളരെ അപൂർവം. പണ്ടുണ്ടായിരുന്നതിൽ കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും 15 വർഷം 20 വർഷം സർവീസ് ഉള്ളവരെ പിടിച്ച് ജനങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വീണ്ടും പാവപ്പെട്ടവരെ അവരെ അപഹാസ്യനാക്കിക്കൊണ്ട് വീണ്ടും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. 10, 100, 150 രാജവെമ്പാലെ പിടിച്ച ആൾക്കാർ, 50, 60 രാജവെമ്പാലെ പിടിച്ച ആൾക്കാർക്ക് ഈ കപട നാടകം കാണിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ കൊച്ചാക്കിക്കൊണ്ട് വീണ്ടും അവരെ ജനങ്ങളുടെ മുന്നിൽ ആ പുതിയ ആൾക്കാർ വരുന്നു. അവരാണ് കൂടുതലും, പഴയ ആൾക്കാരാണ് കൂടുതലുള്ളത്. പുതിയ ആൾക്കാർ കുറച്ച് പേര് ഉണ്ടാകുന്നുള്ളൂ. ഇതിൽ കുറേ ആൾക്കാർ, ആരും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ വന്ന് ഇതിനെ തൊട്ട് തലോടി അങ്ങ് പോകുന്നു. ഇവർ പിന്നെ പാമ്പിനെ പിടിക്കാനൊന്നും ജീവിതത്തിൽ പോകുന്നില്ല. അവരുടെ ലക്ഷ്യം ഈ പേടി മാറ്റുക, അറപ്പ് മാറ്റുക. ഇവർ കുറേ നാൾ കഴിഞ്ഞ് ഇവർക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ പറഞ്ഞ സാധനത്തിന് അല്ലെങ്കിൽ പാടത്തുള്ള വെറുതെ സഞ്ചരിച്ച് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിനെ ടാർഗറ്റ് ചെയ്ത് വെച്ച് ഏതെങ്കിലും സഞ്ചിയിലോ ചാക്കിലോ കയറ്റി ആടെങ്കിലും വീടിനകത്തുകൊണ്ട് ഇട്ട് കൊടുക്കലെന്ന് സാറിന് പറയാൻ പറ്റും. ഇനി വരുന്ന ക്രിമിനൽ മൈൻഡുകൾ ഇതായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അതുപോലെ പാമ്പിൻ വിഷം കച്ചവടം ചെയ്യുന്നവരുണ്ടോ? ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്ന കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 3 പേര് ഇപ്പോൾ വിജിലൻസിലെ കേസിലെ പ്രതികളാണ്. വിജിലൻസ് കേസാക്കിയിട്ടുണ്ട് അവരുടെ പേരിൽ. അവർ ഇതിൻ്റെ വോളണ്ടിയർ, ഇതിൻ്റെ സർപ്പയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരിപ്പോഴും പാമ്പിനെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ അവർ പ്രതികളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു രഹസ്യമായിട്ടുള്ള അന്വേഷണം നടന്നു. അവർ പ്രതികൾ. അതിലൊരാൾ എന്നെ വിളിച്ചു, ചേട്ടാ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഞാനൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഇവർ ആരോ മനഃപൂർവ്വം പരാതി കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്കിവരൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു നടപടി, പാമ്പിൻ വിഷത്തിന് വെളിയിൽ നല്ല വിലയുണ്ട്. പക്ഷേ വേറൊരു സാധ്യതയുള്ള വേറൊരു കാര്യമുള്ളത്, എൻ്റെ അറിവിൽ പാമ്പിൻ വിഷം സത്യം പറഞ്ഞാൽ കടത്തണമെന്നുണ്ടെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് ഉള്ള ലാബറട്ടറികൾ വെച്ച് മാത്രമേ ഇത് ശേഖരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സാധാരണ ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്ന 99% ആൾക്കാരും ഈ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പാമ്പിൻ്റെ പേരിൽ അറിയാത്ത ആൾക്കാരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത് പറഞ്ഞു സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കേരളത്തിലാണ് കേരളത്തിലെ 160 പാമ്പുകളെക്കുറിച്ച് മാത്രമേ, അല്ലെങ്കിൽ 130, 150 പാമ്പുകളെക്കുറിച്ച് മാത്രം മലയാളത്തിലല്ലേ കൊടുക്കേണ്ടത്. ഇതെല്ലാം ഇംഗ്ലീഷിലാണ്. ഇന്ത്യയിലെ പാമ്പുകളാണ് മൊത്തമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരായ ആൾക്കാരാണ് ഇതിലുള്ള 99% ആൾക്കാർ എഡ്യൂക്കേറ്റഡ് അല്ല. അവർക്ക് കോബ്ര, വൈപ്പർ, ക്രൈറ്റ് അല്ലെങ്കിൽ റാറ്റ് സ്നേക്ക് ഇങ്ങനെ മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ഇത് ഇന്നതാണ് എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളെ, അപ്പോൾ മലയാളത്തിലല്ലേ ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ. അതിനിടയിൽ ബാബ ഈ പാമ്പ് കടിച്ചാൽ ഉപ്പുവെള്ളം കുടിക്കണമെന്നൊരു പരാമർശം നടത്തിയത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. നല്ല ചോദ്യം. അതെന്താണെന്ന് അറിയാം സാർ, നമ്മുടെ നാട്ടിൽ ഒരാളിനെ എങ്ങനെയെങ്കിലും മോശപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട്, ഞാൻ കോട്ടയത്ത് നിന്ന് ഒരു സംഘടനയ്ക്ക് കൊറോണ കഴിഞ്ഞ ഉടനെ ഈ പാമ്പിൻ്റെ കടിയെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നൊരു വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. പാമ്പ് കടിയേറ്റാൽ പഴയ നാടൻ ചികിത്സാ രീതികളിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ആരോഗ്യ സംസ്കൃതയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാമ്പ് കടി ഏൽക്കുന്ന സമയത്ത് പൊക്കിളിന് ചുറ്റുമോ നെഞ്ചിലോ കഫം കെട്ടിക്കഴിഞ്ഞാൽ ഛർദി മരുന്നുകൾ സേവിച്ചിരുന്നു. അതായത് വാമന കർമ്മപ്രകാരം ഛർദി മരുന്നുകൾ സേവിച്ചിരുന്നു. ആ സേവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ ഛർദി മരുന്നെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നത് എന്താ പറയുക, ഉപ്പിൽ സോഡിയത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ഉപ്പുവെള്ളം കൊടുക്കുന്ന സമയത്ത് ഛർദിക്കും. അപ്പം കഫം പുറത്തേക്ക് തള്ളും. ആ കഫം പുറത്തേക്ക് തള്ളുമ്പോൾ ആ കിട്ടുന്ന ആളിനെ ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എയ്ഡായിട്ട്. അപ്പം എന്നിട്ട് ഈ കഫം പോകുമ്പോൾ കഫം കെട്ടുമ്പോൾ നമുക്ക് അറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അറ്റാക്ക് വരും, പെട്ടെന്ന് മരണം സംഭവിക്കും. അപ്പോൾ ആ കഫം പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ അതൊക്കെ വളച്ചൊടിച്ച് വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ പാമ്പ് കടിച്ചാൽ പക്ഷേ ഇപ്പോൾ കുടിച്ചാൽ രക്ഷപ്പെടും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പാമ്പ് വേറെ മരുന്ന് വേണ്ട, പെട്ടെന്നൊരു പ്രാഥമിക ചികിത്സയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണിത്. പക്ഷേ ഇപ്പോഴും
അത് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും. ശരിക്കും അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആന്റിവെനം നൽകുകയാണ് ഏറ്റവും പിന്നെ ഇന്ന് നമുക്ക് മോഡേൺ മെഡിസിനല്ലേ ഉള്ളൂ, വേറൊരു സാധനം ഇല്ല. പക്ഷേ ഒരു കാര്യം, ഈ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടുപിടിച്ച മോഡേൺ മെഡിസിനാണ്. ഇപ്പോൾ ആ കാലഘട്ടമല്ല ഇപ്പോൾ പണ്ട് കാലത്ത് കണ്ടുപിടിച്ച ആനി റാബിറ്റ് ഇഞ്ചക്ഷൻ, നമ്മളെ പേവിഷബാധയുടെ അതെടുക്കുന്ന കുട്ടികളൊന്നും മരിക്കുന്നില്ലേ? അപ്പം അന്നത്തെ ഭക്ഷണ രീതിയാണോ? അന്നത്തെ കുട്ടികളുടെ ഹോർമോൺസ് ആണോ ഇന്നത്തേൽ? നമ്മുടെ ഭക്ഷണ രീതി മാറിയില്ലേ? അപ്പോൾ നമുക്ക് മരുന്ന് മാറേണ്ട സമയമായില്ലേ? ഇപ്പം നമുക്ക് കൂടുതൽ ഡെത്ത് വരുന്നില്ല. ഇപ്പം ഞാൻ ഈ സാറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ എത്ര പാമ്പടി മരണം പാവപ്പെട്ട മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച മുരുക്കുമ്പോഴേ പയ്യൂനെ കെട്ടാൻ പറയുന്ന ഒരു പ്രിയപ്പെട്ട ആൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു. ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആറ്റിങ്ങലിപ്പുറം നമ്മുടെ എന്താ പറയുക കോരാണിക്ക് ഇപ്പുറത്ത് ഒരു പാവപ്പെട്ട ചേച്ചി പകൽ 12:30 മണിക്ക് ചെറിയ വഴി കൂടെ അങ്ങനെ നടന്ന് ഫോൺ വിളിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു അണലിയെ ചവിട്ടി അണലിയുടെ കടി കിട്ടി 7 ദിവസം ട്രീറ്റ്മെൻറ്റിലിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ കാണപ്പെടുന്ന മാരക വിഷമുള്ള പാമ്പ് ഏതാണ്? മൂർഖനാണല്ലേ? മൂർഖനാണല്ലേ? ഒരു രക്ഷയില്ല. മൂർഖനാണല്ലേ ഭയങ്കര. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മോഡേൺ മെഡിസിൻ ആൻറ്റിവെനം ചെയ്യാൻ പറ്റും. പക്ഷേ കടി കിട്ടുന്ന പോയിന്റിനനുസരിച്ചിരിക്കും ആളിൻ്റെ ഡെത്തിലേക്ക് പോകും. ഇപ്പോൾ ഈ അണലി അടിച്ച ചേച്ചിക്ക് 7 ദിവസം ഒരു വെന്റിലേറ്ററിലായിരുന്നു. ICU വാർഡിലേക്ക് മാറ്റി. വാർഡിൽ മാറ്റിൻ്റെ അന്ന് ഞാൻ പോയി കാണുന്നു. പിറ്റേന്ന് രാവിലെ 9:30-10 മണിക്ക് പുള്ളിക്കാരത്തി മരണപ്പെടും. ഡ്രൈ ബൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് നല്ല ചോദ്യമാണ്. ഈ ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പാമ്പുകൾക്ക് ഒരിക്കലും കടിക്കുന്ന സമയത്ത് അളന്ന് വെച്ച് കടിക്കാൻ പറ്റുകയില്ല. പാമ്പ് കൂടുതലും കടിക്കുന്നത് ചവിട്ടുമ്പോഴോ പിടിക്കുമ്പോഴോ ആ ഒരു സാഹചര്യമാണ് കടിക്കുന്നത്. കടി കിട്ടാതെ പോകുന്നതിന് ഡ്രൈ ബൈറ്റായിട്ട് ഇവർ പറഞ്ഞത്. ഡ്രൈ ബൈറ്റ് എന്നൊരു സാധനമേ ശരിക്കും പാമ്പ് കടിക്കുമ്പോൾ അതിലൂടെ പുറത്ത് വരുന്ന വിഷം എത്രത്തോളം അളവുണ്ട് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ തീവ്രത. അത് വേറൊരു കേസുണ്ട് സാറിന്. ഇപ്പോൾ ഈ കടി കിട്ടിയ ചെറുക്കണം ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കണ്ണൂർ ജില്ലക്കാരൻ എന്നെ വിളിച്ചു, ചേട്ടാ എനിക്ക് കടി കിട്ടിയത് സഞ്ചിയിൽ കൂടെയാണ് കടി കിട്ടിയെന്ന്. സഞ്ചിയിൽ കൂടെ കടി കിട്ടിയിട്ടാണ് അത് 7 ദിവസം കിടന്നത്. അപ്പോൾ കയ്യിൽ നീര് വെച്ചിട്ട് മൊത്തം കീറി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഡ്രൈ ബൈറ്റ് എന്ന് ചെറിയ പോറി പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ അത് ഡ്രൈ ബൈറ്റ് എന്ന് പറയും. എങ്ങനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുക? അങ്ങനെ സാധനമേ ഇല്ല. ഇപ്പം നമ്മൾ നാട്ടിൻപുറത്ത് മാത്രമല്ല, ഇപ്പം നഗരങ്ങളിൽ പോലും ഈ മണ്ണെണ്ണ തളിച്ചാൽ ഈ പാമ്പ് വരില്ല എന്ന് പറയുന്നത്. വെളുത്തുള്ളി ചതച്ചിട്ട പാമ്പ് വരില്ല എന്ന് പറയും. ഇതിലൊക്കെ വാസ്തവമുണ്ടോ? വെളുത്തുള്ളി നല്ലതാണ്, പക്ഷേ വയറ്റിലെ ഗ്യാസ് പോകാൻ നല്ലതാണ്. അല്ല പാമ്പോട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ മണ്ണെണ്ണ എന്ന് പറഞ്ഞ സാധനം മണ്ണെണ്ണയും ഡീസൽ എഫക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ജീവിക്കുന്നൊരു പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സുഖമാണം ജീവിക്കാൻ തിരക്കാൻ വരുന്നതല്ല. ഫുഡ് തേടിയാണ്. അവൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ എലിയും മറ്റു കാര്യങ്ങളും. അപ്പോൾ അവൻ്റെ എലി സഞ്ചരിക്കുന്ന താരയിൽ കൂടിയാണ് 100% ഇവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ എലി സഞ്ചരിക്കുമ്പോൾ അവൻ്റെ യൂറിൻ്റെയും മോഷൻ്റെയും ഗന്ധം ഇവർ നാക്കുകൊണ്ട് സെൻസ് ചെയ്താണ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിൽ എലിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇവർ വരുന്നത്. അപ്പോൾ മണ്ണെണ്ണ ആസിഡാണ്. അപ്പോൾ അത് സെൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെടിയുടെ യൂറിൻ്റെയും മോഷൻ്റെ ഗന്ധം ഇങ്ങനെ സെൻസ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ആസിഡ് നാക്കിലേക്ക് വൈബ്രേറ്റ് ചെയ്യും. നാക്കിലേക്ക് പെട്ടെന്ന് സെൻസ്, അപ്പോൾ പെട്ടെന്ന് വഴി മാറി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. മണ്ണെണ്ണ പക്ഷേ അത് എല്ലാ ദിവസവും ഒഴിക്കേണ്ടി വരും? ഇല്ല, 2-3 മാസത്തിൽ അതായത് മഴയില്ലെങ്കിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് 2-3 മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് നല്ലതാണ്. വാവ പാമ്പിനെ പിടിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? ഞാൻ സാധാരണ പോയിട്ട് എന്താ പറയുക, എൻ്റെ കണ്ണിൽ കാണുന്നു, ഞാൻ പെട്ടെന്ന് വാല് കിട്ടി വാല് പിടിച്ചങ്ങ് എടുക്കുന്നു. ചില പിടിക്കൂ അത് നല്ല ചോദ്യമാണ്. തലയിൽ പണ്ട് 2006 ഒരു 3-4ഓളം കിങ് ഓവർ, ഇപ്പോൾ 238 രാജവമ്പല പിടികൂടിയതിൽ ആദ്യ കാലഘട്ടത്തിൽ പിടിച്ച 3-4 എണ്ണം. ആ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് പിടിക്കാം, പിടിച്ച് തലയിൽ പിടിച്ചെടുത്തിരിക്കുന്നു. അത് പക്ഷേ അതിനുശേഷം 2017 എന്നെ വിമർശിച്ച ഒരാളുണ്ടായിരുന്നു ആ ചാനൽ ചർച്ചയിൽ. അപ്പോൾ എന്നെ വിമർശിച്ച ആൾ, ഞാൻ 2006 രാജവമ്പല തലയിൽ പിടിച്ചെടുക്കുന്നത്. 2017 പുള്ളിക്കാരൻ്റെ ഒരു വലിയ പെരുമ്പാമ്പിനെ വിഴുങ്ങിയ രാജവമ്പല ഇങ്ങനെ തലയെ പിടിച്ചെടുത്ത് ഒരാളെ വാലും പിടിച്ചിങ്ങനെ 2 തലയിൽ ഇങ്ങനെ 2 സൈസിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്ന ഫോട്ടോസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, രണ്ടാമത് സാർ ചോദിച്ചു, നമ്മൾ ഇതിൽ കൂടെ ജനങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടത്, പാമ്പ് ഒരിക്കലും തലയിൽ പിടിച്ച ഒരു പാമ്പും മരിക്കാൻ പോകുന്നില്ല. കാരണം ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പാമ്പിൻ്റെ വെനം മിൽക്കാനായിട്ട് നമുക്ക് പെർമിഷൻ ഉള്ളത് ഇരുള സമുദായ സൊസൈറ്റിക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഒരൊറ്റ സൊസൈറ്റി, അത് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ അവർ പാമ്പിനെ വെനം എടുക്കുന്ന പാമ്പിനെ പേരിട്ടിട്ട് മണിക്കൂട്ടനാണല്ലേ ഇഞ്ഞ് വാ എന്നാൽ ബലം കൊണ്ടിൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അത് വെച്ചിട്ട് പോവോ? ഇല്ല. ഇവർ അതിനെ തലയിൽ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ അമർത്തിയിട്ട് അതിനെ പിടിച്ചിട്ട് സ്ഫടികത്തിൽ കടുപ്പിച്ച് അതിനെ എടുക്കുന്നു. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഞെക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഗ്ലാൻഡിൽ ഞെക്കുന്നു, അമർത്തുന്നു. അപ്പോൾ ആ വെനം പല്ലിൽ കൂടി അതിനകത്തേക്ക് വരുന്നു. എന്നിട്ട് അതിനെ പുറത്തേ കൊണ്ടുവന്ന് എൻ്റെ ടൈല് കട്ട് ചെയ്യുന്നു. ആ ടൈലിലിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്താണ് പുറത്തേക്ക് വിടുന്നത്. പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നെ ഇതിനെ മരുന്നിട്ട് പിന്നെ അതിന് വെനം എടുക്കാനായിട്ട് പിന്നെ കളക്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ, എന്താ റിസർച്ച് ചെയ്യുന്ന സയൻറ്റിസ്റ്റുമാരെല്ലാം പൊട്ടന്മാരായി പോകുന്നത്. ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ പാമ്പിനെ അവർ റിസർച്ച് സെൻറ്ററിൽ വളർത്തിയിട്ട് 6 മാസം കൂടുമ്പോഴത്തേക്ക് പിടിച്ച് തന്നെയാണ് പാമ്പിൻ്റെ വെനം മിൽക്ക് ചെയ്യുന്നത്. ഇതൊക്കെ മുട്ടാത്തർക്കങ്ങളും അറിവില്ലായ്മ കൊണ്ടും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ അവരെന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ ടീമിലുള്ള ഒരാൾ രാജവമ്പല പിടിച്ചിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പിടിച്ച് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അത് ഞാൻ അവരുടെ ഗ്രൂപ്പിൽ
മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്നെ ഇല്ലായ്മ ചെയ്യണം. ബാബ പക്ഷേ എപ്പോഴും പാമ്പിനെ സംരക്ഷിക്കാനാണല്ലോ നോക്കുന്നത്. 100%. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ആളുകളൊരു വിനോദം പഠിച്ചു എന്നാണ്. ഇപ്പോൾ ചില ആൾ പല വീട്ടിലും ചെല്ലുമ്പോൾ ഒന്നേ ആളുകൾ അടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എത്രയൊക്കെ ബോധവൽക്കരിച്ചാലും അവരെ വീട്ടിൽ അവരെ ജീവൻ അപകരിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ അവർ പാമ്പിനെ തല്ലിക്കൊല്ലുന്നു. ഒരുപാട് കേസുണ്ട്. കാരണം ഉരകമാണ്. പിന്നെ വെനമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ വീട്ടിനകത്ത് കയറിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? കൊന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ ജീവനേക്കാളും വലുതൊന്നുമല്ല മറ്റൊന്നും. അപ്പോൾ അത് പഠിച്ചൊടിച്ചിടുന്ന ഒരുപാട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എനിക്ക് 150-ലേറെ പാമ്പുകളെ എനിക്ക് കിട്ടി. ഇപ്പോൾ 2000 അടുപ്പിച്ചെടുത്തതിൽ 150-ലേറെ പാമ്പുകൾ മണ്ണെണ്ണ ഒഴിച്ചത്, അടി കിട്ടിയത്, നായി കടിച്ചൊടിച്ചത്, വണ്ടി ബൈക്ക് കയറിപ്പോയി, ഇതിങ്ങനെയൊക്കെ ഇട്ട് ഇതിനെയൊന്നും നമുക്ക് എന്താ പറയുക സംരക്ഷിക്കാൻ ചാനലിൽ കൊണ്ടുവന്ന് ചെയ്യാം. നമുക്കിങ്ങനെ കുത്തിക്കെട്ടണൊക്കെ ചെയ്യാം. ഇതൊക്കെ മരിച്ചു. ഇതിനെ സേഫായിട്ട് ഏതെങ്കിലും പാറക്കെട്ടിനകത്തൊരു മാളത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് അതിനകത്ത് പോയിരുന്ന് ചുരുണ്ടിരുന്ന് നോർമലി അതിങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ യാത്ര ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ ആ മുറിവ് അങ്ങ് ഹീലാവും. എന്നാൽ മാത്രമേ അത് ജീവിക്കുകയുള്ളൂ. പിന്നെ ഞാൻ കുറേയൊക്കെ തുന്നി കെട്ടി മരുന്നൊക്കെ വെച്ച് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു 90% മരിക്കാറുണ്ട്. പക്ഷേ ആൾക്കാർ പാമ്പിനെ വീട്ടിലും കയറ്റി തുടങ്ങിയില്ലേ? ആഡംബര പാമ്പുകൾ ഒരു രക്ഷയില്ല. അത് കേരളത്തിൽ ഒരുപാട് വ്യാപകമായിട്ട് കേരളത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രത്യേകത, അതുകൊണ്ട് എന്താ സംഭവിക്കാമെന്നറിയാം, അതിനെയും വെച്ചിട്ട് നമുക്ക് ദുർവിനിയോഗം ചെയ്യാൻ പറ്റും. കാരണം ഇതിനെയൊക്കെ തൊട്ട് തലോടി പേടി മാറുന്ന ഒരാളിന് മറ്റ് പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് നിയമം ഇത് കടിക്കുന്ന സാധനങ്ങളുണ്ട്, കടിക്കാത്തതുണ്ട്. പക്ഷെ വെനമില്ല എന്നുള്ളതാണ്, അപകടമില്ല. ഇതൊരു വലിയ വ്യവസായമായി മാറി, വലിയ കച്ചവടമായി മാറി. കാരണം ഇത് നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ലക്ഷങ്ങളാണ് ഇതിന് വാങ്ങുന്നത്. വിദേശത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന കടത്തിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അതിനുള്ള ഏജൻസികളുണ്ട്. അതിനുള്ള ഏജൻസിയാണ് ഒരിക്കൽ എയർപോർട്ടിൽ നമുക്ക് പിടിക്കപ്പെട്ടത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ പറഞ്ഞ് കുറച്ച് നാൾ മുന്നേ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി എണ്ണം മരിച്ചു. പിന്നെ പാമ്പുകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. പാമ്പുകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ അത് പ്രാധാന്യത്തിൽ കൊണ്ടുവന്ന നമ്മളാണ്. കാരണം നമ്മൾ അന്ന് എന്താ പറയുക, സൂല ഒരു കിങ് കോബ്ര, ഹില്ലി എന്ന് പറഞ്ഞ കിങ് കോബ്ര ആദ്യമായിട്ട് ഞാൻ പിടിക്കുന്ന കിങ് കോബ്രയെ പത്തനംതിട്ടയിൽ നമ്മുടെ മൂഴിയാറിന്ന് പിടികൂടി. അന്നത്തെ ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ട്രിവാൻഡ്രത്ത് സൂവിൽ കൊണ്ടുവന്ന സമയത്ത് അത് ഫുഡ് എടുക്കുന്നില്ല. പിന്നെ അതിന് ശാരീരിക പ്രശ്നം നോക്കിയ സമയത്ത് നമ്മളതിനെ നോക്കിയപ്പോൾ അത് എന്താ പറയുക വിരയുടെ മരുന്ന് കൊടുത്തു. ആ വിരയുടെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് സൂവിൽ കിടന്ന എല്ലാ പാമ്പുകൾക്കും വിരയുടെ മരുന്ന് കൊടുത്തു. അത് ഞാൻ സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു മുറിവ് പറ്റിയ ഒരു ആമിനെ ഞാൻ കൊണ്ടുവന്ന് അവിടെ സർജറി ചെയ്യുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ വാർത്തകൾ വരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാവരും എവിടെ പോയി ഒരു ചെറിയ തൊലി പോയതിനെ കൊണ്ടൊന്ന് വാർത്തയ്ക്ക് വേണ്ടി സർജറി ചെയ്യുന്നു. സർജറി വേറെ കുത്തി കിട്ടുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിനെ നോർമലി ചെറിയ മുറിവുകളാണെങ്കിൽ അതിനെ പുറത്ത് കാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പാറക്കെട്ടിനകത്തോ മാളത്തിലോ പോയിരുന്ന് ആ 100-ൽ ഒരു 10% അത് രക്ഷപ്പെടും. ബാക്കിയുള്ള 90% അത് മരണപ്പെടും. പിന്നെ നമ്മൾ കാണാത്തത് മാളത്തിലിരുന്ന് മരിക്കുന്നുണ്ട്, സ്മെല്ല് വരത്തില്ല, എയർ വരത്തില്ല, അത് അവിടെ നിന്ന്. പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇത് മരിച്ചു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ബാബ ഈ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 13-ാമത്തെ വയസ്സിലാണ്. ബാബയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അയ്യോ, ജീവിതം എന്ന് പറഞ്ഞാൽ സാറേ അറിയാമല്ലോ, ഞാനൊക്കെ നമ്മളെ വീട് അന്നത്തെ ആ ഓലയിട്ട വീട് തന്നെയാണ്. ഇന്ന് അന്നൊരു പഴയ ഒരു കുറച്ചുകൂടി പഴക്കമുള്ളൊരു വീടായിരുന്നു. ഒരു എവിടെ സ്ഥലം? ചെറുവയ്ക്കൽ, നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് ആക്കുളത്തേക്ക് പോകുന്ന വഴിയിൽ ശ്രീകാര്യത്ത് കറക്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് 5-ാമത്തെ വീട്. അത് അന്ന് കുറച്ചുകൂടി നീളത്തിലുള്ളൊരു വീടായിരുന്നു. ജീവിതമാർഗ്ഗം എന്തായിരുന്നു? ജീവിതമാർഗ്ഗം ഞാനൊക്കെ പണിയോട് തുടങ്ങുന്ന സമയത്ത് സ്കൂളിൽ 13 വയസ്സൊക്കെ 6-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 6-7 വന്ന സമയത്ത് ഞാൻ മേശിരി പണിക്ക് ഇറങ്ങി. അപ്പോൾ 10 ദിവസം സ്കൂളിലും പോവും, 10 ദിവസം ഞാൻ ജോലിക്കും. അങ്ങനെയാണ് അന്ന് 5 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ ശമ്പളം. പിന്നെ അത് കഴിഞ്ഞ് 5 രൂപ എന്നുള്ളത് 10-ആയി, പിന്നെ 15-ആയി, 23-ആയി. അങ്ങനെ ഞാനൊരു മേശിരിയായി മാറി. ജീവിതത്തിൽ പട്ടിണിയുടെ കാലം ഉണ്ടായിട്ടുള്ളൂ? പട്ടിണിയേ ഉണ്ടായിട്ടുള്ളൂ. ആ പാട്ട് ഇപ്പോഴും കിടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ദിവസം എനിക്ക് ഒരാഴ്ച ആയിട്ടില്ല, ഞാൻ ഒരു ദിവസം ഫുള്ള് വെളിയിൽ ഇറങ്ങിയില്ല. കാരണം എൻ്റെ ഒരു പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 8 ദിവസങ്ങൾക്ക് മുന്നേ, 8-9 ദിവസങ്ങൾക്ക് മുന്നേ, അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ പറ്റില്ല എൻ്റെ പൈസ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നെ വിളിച്ചു കിടക്കുമ്പോൾ എനിക്ക് സുഖമില്ല. എനിക്ക് കിഷോർജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സുഖർജി എനിക്ക് വയ്യ, കഴുത്ത് വേണം, ഞാൻ എണീക്കുന്നില്ല, എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിറങ്ങി. എനിക്ക് വെളിയിറങ്ങണമെങ്കിൽ വണ്ടിയിലെ ചാർജ് വേണം, പിന്നെ ഫുഡിന് പൈസ. എൻ്റെ അന്ന് എനിക്ക് 10 രൂപ 15 രൂപ എൻ്റെ കയ്യിലുണ്ട്. വെറും 10 രൂപ 15 പറഞ്ഞാലും വെച്ച് ചോദിക്കുമോ, 10 രൂപ 15 രൂപ. അപ്പോൾ ഞാൻ തലേദിവസം ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം വാങ്ങി വെച്ചിട്ട് റൂമിൽ രാത്രി 9:30 വരെ ഞാൻ അതും ആ ഒരു കുപ്പി വെള്ളം അപ്പോഴപ്പോഴും 2 കവൾ കുടിച്ചു. അപ്പോൾ അനിയത്തി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, സുഖമില്ല, അടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കയ്യിൽ 5 പൈസ ഉണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പറ്റാറുണ്ട്. ആദ്യം ഈ പാമ്പിനെ പിടിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? അത് എനിക്ക് തോന്നുന്നു സാർ, ഞാൻ സ്കൂൾ കട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. സ്കൂളിൽ അതെ, നമ്മളെ മണിച്ചേട്ടൻ പറയും പോലെ സ്കൂൾ കട്ട് ചെയ്ത അടുത്ത പറമ്പിലും പാടത്തൊക്കെ ഇരിക്കുന്നൊരു വിനോദം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകാതിരിക്കുന്ന സമയത്ത് പറമ്പിൽ പാമ്പിനെ കാണാൻ. പിന്നെ 9 വയസ്സ് തൊട്ട് എൻ്റെ അമ്മയ്ക്ക് പയ്യം ഉണ്ടായിരുന്നു. അമ്മയുടെ ഒപ്പം അമ്മ പുല്ലരിയാൻ പോകുമ്പോൾ അമ്മയുടെ ഒപ്പം സഞ്ചരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ദൂരെ പാമ്പിനെ കാണുന്ന സമയത്ത് ഇവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ഓടി വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നൊരു 13 വയസ്സിലോ 14
വയസ്സിലാണെന്നാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ഉണ്ണി എന്നൊരു ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാത്തൊരു പറമ്പിലിരിക്കുന്ന സമയത്താണ് പാമ്പിനെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ എഴഞ്ഞ് പോകുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ചപ്പെടുത്തെറിയ എന്താ ചെയ്ത സമയത്ത് ഇങ്ങനെ പത്തിയിടുന്നു. അത് മൂർഖനാണെന്നോ ചേരയാണെന്നോ ഒന്നും എനിക്കറിയില്ല. അന്ന് ഞങ്ങൾ കുറേ നേരം കളിപ്പിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ആ താഴെ ഒരു ഓട ഉണ്ടായിരുന്നു. ആ കാര്യം നമ്മുടെ ആക്കുളത്തേക്ക് വരുന്ന അതിലൊരു ചെറിയൊരു ഓടയുണ്ട്. ആ ഓടയ്ക്കകത്തൊരു അന്നത്തെ കണ്ണാടി കുപ്പി എന്ന് പറയുന്നത് നമ്മളെ ഹോർലിക്സ് മാത്രമാണ്. അപ്പോൾ അന്ന് പണ്ടം ഞാൻ പിടിക്കാൻ ആ സമയത്ത് ഞാൻ മീൻ പിടിക്കാൻ കൊണ്ടൊരു കുപ്പിയാണ്. ആ കുപ്പി എടുത്തുകൊണ്ട് അതിനെ തട്ടി ഒരു കമ്പ് വെച്ച് ഇങ്ങനെ തട്ടി അതിനകത്ത് കയറ്റി മാറാനെന്ന് പറഞ്ഞ ചേമ്പിൻ്റെ ഇല വെച്ച് കെട്ടി, വാഴവള്ളി വെച്ച് കെട്ടി, അന്ന് ഈർക്കിൽ വെച്ചാൽ ഇലയിൽ ഹോളിട്ട് ആണ് വീട്ടിൽ കൊണ്ടുവെക്കുന്നത്. പിന്നെ അങ്ങനെ തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ 40 വർഷം. അന്നേരം അതോടുകൂടി പാമ്പിനെ പിടിക്കാൻ ഒരു ധൈര്യമായി. പിന്നെ ധൈര്യമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, പിന്നെ അങ്ങോട്ട് കിടക്കുന്ന സഞ്ചരി നീർക്കോലിയെ കാണുന്ന സമയത്ത്, അത് നീർക്കോലി അടിച്ചാൽ പണ്ട് വരുന്നത് എന്താ പറയുക, അത്താഴം മുടങ്ങിയിട്ട് നമ്മളതൊന്നും ഓർക്കാറ് ചെന്ന് പിടിക്കും, കടി വാങ്ങിയിട്ടില്ല. ശരിക്കും നീർക്കോലി അടിച്ചാൽ അത്താഴം മുടങ്ങും? ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. ഒരു നീർക്കോലി നോൺ വെനമസ് ആണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ അത് പറയുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം പണ്ട് കാലത്ത് നമുക്ക് എന്താ പറയുക, ദാരിദ്ര്യമുള്ള കാലഘട്ടങ്ങളിൽ അന്ന് പാടങ്ങളുണ്ട്. അപ്പോൾ അന്ന് കർഷകന്മാർ പണിയും കഴിഞ്ഞ് പോയിട്ട് ആ കിട്ടുന്ന പൈസയ്ക്ക് 5:30 ശേഷം പോയി വളരെ ദൂരത്തിൽ പോയി അന്ന് കഞ്ഞി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയാണ് വരുന്നത്. ആ വരുന്ന സമയത്താണ് പാടവരമ്പിൽ വെച്ച് തന്നെ നീർക്കോലി കടിക്കുന്നത്. ഇദ്ദേഹം പേടിച്ചിട്ട് ചാടുന്ന സമയത്ത് ഈ കൊണ്ടുവരുന്ന, അന്ന് ചിലപ്പോൾ തോർത്തിൽ കെട്ടിയായിരിക്കും കൊണ്ടുവരുന്നത്, ചിലപ്പോൾ അന്നത്തെ ചെറിയ കിറ്റുകളായിരിക്കും, ഇത് വെള്ളത്തിൽ പോകും. അതിനാണ് അത്താഴം മുടങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് അത്താഴം വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അത്താഴം മുടങ്ങി. അതുകൊണ്ടാണ് അത്താഴം മുടങ്ങിയത്. പിന്നെ അല്ലാതെ യാതൊരു ബന്ധവുമില്ല. പിന്നെ വേറെ വൃത്തിയുണ്ട്. പിന്നെ ഈ അയലോക്കക്കാരെല്ലാം കൂടി ചേർത്ത് ഇദ്ദേഹത്തിനെ എടുത്ത് വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അന്ന് വൈദ്യന്മാരേ ഉള്ളൂ. വൈദ്യൻ്റെ വീട്ടിൽ നടന്നു പോകണം. ഇവിടുന്ന് 6 മണിക്ക് നടന്നു പോയി കഴിഞ്ഞാൽ 10 മണിക്ക് വൈദ്യൻ്റെ വീട്ടിൽ എത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ വൈദ്യൻ ഈ മുറിവെല്ലാം ചുരണ്ടി വൃത്തികേടാക്കിയിട്ട് അവിടെ പിടിച്ചിരുത്തും. പിറ്റേന്ന് രാവിലെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് അത്താഴം വയ്ക്കാനും കഴിയില്ല. അങ്ങനെ അത്താഴം മുടങ്ങുന്നു. ഇതാണ് അത്താഴം മുടങ്ങി. മേസ്തിരി പണിക്കിടെ മറ്റ് വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ പോകും. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ 17ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. 17ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ കല്ലുപ്പാറയിലൊരു വീട്ടു ജോലിയൊക്കെയായിട്ട് പോയത്, കല്ലുപ്പാറയിൽ. അപ്പോൾ അന്ന് മേശരിയൊക്കെ പണിയൊക്കെ അന്ന് കയ്യാളാണ്, മേശരി ആയില്ല. അപ്പോൾ അവരിങ്ങനെ അന്ന് വീട്ടിൽ പത്രം ഇടാനെന്ന് പറഞ്ഞ് പോയി. പിന്നെ അവിടെ ചെന്ന സമയത്ത് പിന്നെ വീട്ടിലെ പാത്രം തേക്കലും പിന്നെ തുണി അലക്കലും അങ്ങനെയൊക്കെ വന്നു. പിന്നെ രാവിലെ പയ്യന് പുല്ലരിയാൻ പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ ഏകദേശം ഒരു 5-6 മാസമൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനെനിക്ക് പോന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എയർഫോഴ്സിൽ ഗുവാഹട്ടിയിലേക്ക് പോസ്റ്റിംഗ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആസാമിലേക്ക് പോകാനൊക്കെ റെഡിയായി. പിന്നെ ഞാൻ വിചാരിച്ചു അമ്മയെ വിട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് ടിക്കറ്റെല്ലാം ആക്കി പുള്ളിക്കാരൻ എന്നെ കൊണ്ട് എയർഫോഴ്സിൽ, അന്ന് കമാൻഡിങ് ഓഫീസറായിരുന്നു പുള്ളിക്കാരൻ, എബി ജേക്കബ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അന്ന് അവർക്ക് ഒരു ഓഫീസർക്ക് 2-3 പേർക്ക് ജോലി വാങ്ങിക്കൊടുക്കാം. അങ്ങനെ അതെല്ലാം റെഡിയാണ്. പക്ഷേ പുള്ളി തന്നെ എനിക്ക് ടിക്കറ്റെല്ലാം എടുത്തു. പക്ഷേ ഞാൻ പിന്നെ അവിടുന്ന് ഞാൻ മുങ്ങി. എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റും, എന്നെ നാട് വിട്ടു പോകാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെ കുറേ ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, പക്ഷേ അത് വേണമായിരുന്നോ, അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നൊക്കെ ഇപ്പം ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ വാവയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി ലോകം മുഴുവൻ അംഗീകരിച്ചു. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ രാജ്യം കാക്കുന്ന ഒരാളായി മരണപ്പെടുന്ന ഭയങ്കര ആഗ്രഹം, അതിയായ ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. മരണത്തെ തന്നെ മുഖാമുഖം കണ്ട എത്രയോ സന്ദർഭങ്ങൾ, 16 പ്രാവശ്യം മുഖാമുണ്ട്. കൊറോണ വന്ന് 17ാമത്തെ കണ്ട് കൊറോണ വന്നിട്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ കോട്ടയത്ത് വെച്ചൊരു വളരെ ഏറെക്കുറെ മരിച്ചു എന്നുള്ള നിലയിലുള്ള ഒരു പാമ്പ് കടി നേരിട്ടല്ലോ. അല്ല, അതിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ തെറ്റിദ്ധാരണ മാറ്റണം. കാരണം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ഹോസ്പിറ്റലുണ്ട്, നമ്മൾ മറന്നുപോയി അവരെക്കുറിച്ച് പറയാനായിട്ട്. കാരണം ഞാനത് വിട്ടുപോയി. അവർ യഥാർത്ഥത്തിൽ എനിക്ക് പാമ്പടി കിട്ടുന്ന സമയത്ത് അന്ന് കിട്ടി എന്നെ ആ അപകടത്തിന് 2 ദിവസം മുന്നെയാണ് എൻ്റെ കാറിടിച്ച് നിലമേൽ അപ്പുറത്ത് വെച്ച് കാറിടിച്ച് എനിക്ക് നട്ടലിൽ 3 പൊട്ടലുണ്ടായിരുന്നു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പിടിച്ച് എടുക്കുന്നതിനിടയിൽ ആ ഒരു ബെൽറ്റ്, കോളർ ഉണ്ടായിരുന്നു, ബെൽറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ആരും അറിയാതെ ഞാൻ കാറിനകത്ത് ഊരി വെച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ 3-4 മാസം അനങ്ങാതെ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ 3ൻ്റെ അന്നാണ് എണീറ്റ് പോകുന്നത്. അപ്പോൾ ഇത് പിടിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നിവർന്ന് വന്നപ്പോൾ എനിക്ക് നല്ല പെയിൻ അനുഭവപ്പെട്ടു, കഴുത്തിലും പെയിൻ അനുഭവപ്പെട്ട് ഇവിടെയും വരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നൂരാമില്ല. അപ്പോഴാണ് ഈ കടി ഇവിടെ കിട്ടുന്നത്. പക്ഷേ ആ കടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ പിടിച്ച് ചാക്കിലാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം ഈ കടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണ് എനിക്ക് അറിയാം ഒരു കടി കിട്ടുമ്പോൾ അപ്പോൾ ഏത് സ്റ്റേജ് ആയെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചൊരു കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അവിടെ അന്നത്തെ വാർഡിലെ ഏതോ കൗൺസിലറാണ്, എൻ്റെ സുഹൃത്തായിരുന്നു, പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ എവിടേക്കാണ്? അത് കോട്ടയത്തേക്ക്. ഞാൻ പറഞ്ഞു കോട്ടയത്തേക്ക് എത്ര സമയം? 1 മണിക്കൂർ എടുക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ 1 മണിക്കൂറല്ല, ഒരു 10 മിനിറ്റിനകത്ത് നിങ്ങൾ എന്നെ അടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എങ്കിൽ നിങ്ങൾ കോട്ടയത്ത് എത്തുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ മൂക്കിൽ പഞ്ഞി വെച്ചാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ അതിൻ്റെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഭാരത് ഹോസ്പിറ്റൽ, മറന്നു പോകാനേ പാടില്ല. അവർ നമ്മൾ മറന്നു പോയെന്നുള്ളത്, അവർ 1 പൈസയും വാങ്ങിയിട്ടില്ല.
അവരൊരു പൈസ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഹാർട്ടിൻ്റെ പ്രവർത്തനം 99% നിലച്ചു. അവർ നല്ല കഷ്ടപ്പെട്ടാണ് CPR എന്നാണ് എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അവരെന്നെ വെൻറ്റിലേറ്ററിലാക്കുന്നത്. വെൻറ്റിലേറ്ററിലാക്കിയിട്ട് 30 പേര് ആൻറ്റിവെനം തന്നിട്ടാണ് അപ്പോഴാണ് വാസവ സാർ ഇത് അറിയുന്നത്. പിന്നെയാണ് അദ്ദേഹം പെട്ടെന്ന് പറന്നവിടെ എത്തുന്നത്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജ് ഉണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകാൻ പറ്റാത്ത 2 പേരുടെ ഉണ്ട് അടുത്തത്. പക്ഷേ എനിക്ക് ഈ കടി കിട്ടിയെന്ന് അറിഞ്ഞ ഉടനെ അവർക്ക് ഒരു ബന്ധവുമില്ല ഞാനുമായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർ അവിടെ എത്തുന്നതിന് മുന്നേ ഇവിടെ നിന്ന് കാറെടുത്ത് 2 വ്യക്തികൾ അവിടെ എത്തി. ആ 2 വ്യക്തികൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അവർ ഏത് ഇതിലായിക്കോട്ടെ, ഒന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തത് നമ്മൾ കഴിഞ്ഞ തവണത്തെ ഡെപ്യൂട്ടി മേയർ PK രാജു സാർ മറന്നു പോകാൻ പാടില്ല. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ പഴയ സൂപ്രണ്ട് ശർമ്മ സാർ. ഇവർ 2 പേരാണ് ആദ്യമായിട്ട് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവർ ആ പേര് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറയേണ്ടതാണ്. പക്ഷേ എനിക്കത് ചിലപ്പോൾ ഞാൻ ഓർത്തില്ല എന്നുള്ളത്. കേരള സർക്കാരും വളരെ എന്നെ അതിൻ്റെ തൊട്ടിലത്തെ മുന്നിലത്തെയും കടി എല്ലാം ഈ 2 പ്രാവശ്യം 10 വർഷത്തിൻ്റെ 2 കടി സീരിയസ് ആയിട്ട് 2 കടിയും ഫുൾ ചിലവ് സർക്കാരിൻ്റെ. ഇത് മറക്കാൻ പറ്റില്ല. ഇതെനിക്ക് അവിടെ നിന്ന് വാസവൻ സാറിൻ്റെ പ്രത്യേകിച്ച് നിയന്ത്രണത്തിൽ അവിടെ നിന്ന് തന്നെ കാറ് പിടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയ പൈസ അവർ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് ആരാലും ചെയ്തു തന്നെ. കോട്ടയത്തിന് ശേഷം പിന്നീട് അതുപോലെ മാരകമായ കടിയേറ്റിട്ടുണ്ടോ? പിന്നെ അതിനേക്കാളും കടി കിട്ടി. അതിനേക്കാളും കഴിഞ്ഞിട്ട് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഈ കൈമനത്തിനടുത്ത് ഒരു NSS കരയോത്തിലൊരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവർ ഈ മേശരി പണി തട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പലവ അടിക്ക് വെച്ച് പലവ എടുത്തപ്പോഴാണ് അതിൻ്റെ അടി കണ്ടു. അപ്പോൾ പലവ ഇവരെ കിട്ടു. അപ്പോൾ ഇതങ്ങ് ചാകണേൻ്റെ തുല്യമായി. അപ്പോൾ പലവരടിയിൽ ഗ്യാപ്പ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ ചേട്ടത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി പൊക്കി. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പൊക്കി. പക്ഷേ അത് ഇവിടെ ഇരിക്കുകയായിരുന്നു. കറക്റ്റ് ഇവിടെ കടി കിട്ടി. ഇത് 15 ദിവസം കിടന്നു. പക്ഷേ ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്ത് അത് കഴിഞ്ഞൊരു 15 ദിവസം 20 ദിവസം കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് വന്നത് ആക്കുളം കുഴിയുള്ള ഭാഗത്ത് നിന്നൊരു മൂർഖനെ പിടികൂടിയതിന് ശേഷം ഒരു വീട്ടിലെ അമ്മ ഒരു കുപ്പി കൊണ്ടുവന്നു. ആ ബോട്ടിനകത്താക്കിയിട്ട് പുതിയ ബോട്ടിൽ പുതിയതാണ്. ബോട്ടിനകത്താക്കി അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, ആ കുപ്പി എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മ കുപ്പി അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സമയത്ത് അമ്മ നോക്കിയപ്പോൾ അവിടെ അമ്മ ഉപ്പിട്ട് വെച്ചിരുന്ന കുപ്പിയുടെ അടപ്പ് ഇത്തിരി മോശമായിരുന്നു. അമ്മ ഈ പുതിയ അടപ്പെടുത്ത് അതിലടച്ചിട്ട് അതിലിരുന്ന് അടപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അത് നോക്കിയില്ല. കുപ്പിയിൽ ഇതിനെ കയറ്റി അടപ്പ് ഇങ്ങനെ വാങ്ങിച്ചു. അടപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തിരിക്കി അടച്ചതും പുതിയ കുപ്പിയാണ്ട് ഞാൻ ഒരിക്കലും അടപ്പ് നോക്കിയില്ല. അടച്ചതും അടപ്പങ്ങ് പൊടിഞ്ഞു പോയി. ഒറ്റപ്പിടി പിടിച്ചു. നല്ല കടിയായിരുന്നത്. ഇവിടെ മൊത്തം നീരേറി പഴുപ്പൊക്കെ ആയിരുന്നു. ഞാൻ സ്വന്തം മെഡിക്കൽ കോളേജിൽ പോയി 15 ദിവസം കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ തന്നെ കീറി. ഇതെല്ലാം സർജിക്കൽ ബ്ലേഡും മറ്റേ സർജിക്കൽ സിസറും വാങ്ങി ഇതെല്ലാം ബിറ്റാഡിനും മറ്റു മരുന്നുകളെല്ലാം വാങ്ങി ഇതെല്ലാം കീറി ഇതിനകത്തുള്ള എല്ലാ മാംസം എടുത്ത് കളഞ്ഞ് ഏകദേശം ഒരു 35 ദിവസം ഞാൻ അതിനെ പൂർണ്ണമായിട്ട് കരിയിച്ചു. 2ാമത്തെ പ്രാവശ്യം. പാമ്പിനെ പിടിക്കുമ്പം മുൻകരുതലൊന്നും നോക്കാറില്ല. എന്ത് മുൻകരുതലുള്ളത്? അവരുടെ സേഫ്റ്റിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവരെ വേദനിപ്പിക്കാതെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് വേദനിക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞൊരു കടി കിട്ടിയതാണ്ടേ ഇപ്പോൾ അതിന് ശേഷം ഒന്നുകൂടെ കിട്ടി. ഇപ്പോൾ 2 മാസം മുന്നേ അത് പേരൂർക്കടയ്ക്കടുത്ത് നമ്മുടെ ഇന്ദിരാനഗറിനടുത്ത് ഒരു വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ചെന്ന് സ്ലാബ് ഇങ്ങനെ പൊക്കി എടുത്തു, വെട്ടിക്കിളച്ച് എടുത്തു. കുറേ സമയം എടുത്തു. അപ്പോൾ നന്നായിട്ട് വേർത്ത് ഇതിനെ എടുത്ത് ചെറിയ കുഞ്ഞു മുറുക്കൻ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ദേഹത്ത് അത്രയും ചെളി ചള്ളയുണ്ട്. അപ്പോൾ ഈ അടുക്കളയിലെ വേസ്റ്റ് പോകും. അപ്പോൾ അതിന് കുറച്ച് അഴുക്കുണ്ട്. അപ്പോൾ അഴുക്ക് കഴുകിയെടുക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നൊരു സിങ്കിലോട്ട് കൊണ്ടുവെക്കാം. ഇപ്പോൾ സിങ്കിൻ്റെ മേളിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ഗ്ലാസ് കാറിൻ്റെ ഗ്ലാസ്. ഞാനിങ്ങനെ പെട്ടെന്ന് ഇത് കുനിയാനും ഈ ഗ്ലാസിൻ്റെ എൻ്റെ ഒന്ന് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വേർപ്പും താഴോട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തല പൊട്ടി. അപ്പോൾ ഞാൻ ഇതിന് പെട്ടെന്ന് കൈവച്ച് ഇങ്ങനെ തടവിയ സമയത്താണ് ഇത് കടി കഴിഞ്ഞത്. ഇത് കിടന്ന സമയത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് ഞാൻ ആരെയും വിളിച്ചില്ല. കിഷോർജിയെ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ 1-2 പേരെ വിളിച്ചു പറഞ്ഞു. വേറെ ആരും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അപ്പോൾ ഇന്ന് രാവിലെ കാപ്പി കുടിക്കാനുള്ള ഇന്ന് രാവിലെ മരുന്ന് കഴിക്കാനുള്ള ഈ മരുന്ന് ഞാൻ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. കാരണം രാവിലെ ഞാൻ പലരെയും വിളിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു ഇന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ കാപ്പി വാങ്ങിക്കാൻ പറയണം. അപ്പോൾ പറഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറഞ്ഞില്ല. ഈ കാപ്പി കുടിക്കുന്നതിനോടൊപ്പം കാപ്പി കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗുളി കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും. ഒരുമിച്ച് 2 കൂടെ ഒരുമിച്ച് കഴിക്കും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കൈ മാത്രമേ തലയിലിരിക്കൂ എന്നൊരു പാഠം എനിക്ക് പഠിക്കാൻ പറ്റി. അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടോ? നല്ല ചോദ്യമാണ് സാർ. അത് സത്യം പറഞ്ഞാൽ പലർക്കും അറിയില്ലാത്തൊരു കാര്യം. നമ്മൾ കുറച്ച് കാലങ്ങൾ എനിക്ക് തോന്നുന്നൊരു ബേബി പോൾ സാറായിരുന്നു പഴയ HOD. എനിക്കൊരു കടി കിട്ടിയ സമയത്ത് ബേബി പോൾ സാറിൻ്റെ ഒരു അതെ നമ്മൾ അറിയാലോ ഏഷ്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജാണ്. നമ്മൾ സത്യസന്ധമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാർ പലതും പറയും. ചില വീഴ്ചകളുണ്ടാവാം. അതൊക്കെ സ്വാഭാവികം, എല്ലായിടത്തും ഉണ്ടാവാം. ലോകത്തെല്ലാം എത്ര മനോഹരമായ എത്ര കഴിവുള്ള രാജ്യത്തും ചില കേസുകളിൽ പരാജയം ഉണ്ടാവാം. അത് നമ്മൾ അതിനെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്തിരിക്കുക. നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. അപ്പോൾ നല്ല ടീമുകൾ. അപ്പോൾ ബേബി പോൾ സാറായിരുന്നു അന്നത്തെ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ HOD മെഡിസിൻ്റെ. അപ്പോൾ അവർ പഠിച്ചു. അപ്പോൾ എനിക്ക് കടിയിൽ കിട്ടിയപ്പോൾ എനിക്കന്ന് 8ാമത്തെ 9ാമത്തെ കടിയാണ്. അവരെൻ്റെ ശരീരം പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ അതിൽ ഒരു ഡോക്ടറിൻ്റെ ടീമുകൾ കണ്ടെത്തി എനിക്ക് എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഫോം ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് ധൈര്യമായി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മുട്ട വരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കടുപ്പിച്ചു തുടങ്ങി.
അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. ആ സമയത്തൊരു വേദന ഉണ്ടാകുന്നു, ചിലപ്പോൾ ഒരു ചുമ വരുന്നു, അത് കുറേ കഴിയുമ്പോൾ അങ്ങ് മാറുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം അത് കുറച്ച് റെസിസ്റ്റിംഗ് പവർ കുറഞ്ഞിട്ടുണ്ടോ ഒരു സംശയം എനിക്കുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അല്ല, സാറിന് അറിയാമോ, വളരെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. സാറിനറിയാമോ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് വായിച്ചോ? ഓസ്ട്രേലിയ രാജ്യത്തിൻ്റെ പേര് എനിക്ക് എൻ്റെ ബുക്കിലോ ഡയറിയിലോ നോക്കി അറിയാൻ പറ്റും. 250 കടി വാങ്ങിയ ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റിഡോട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ നമ്മളെയൊക്കെ പിള്ളേരെ പഠിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ പരാജയപ്പെടും, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെ അറിയേണ്ടവർ അറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ വനം വകുപ്പിൽ ഇങ്ങനെ നടക്കുന്നത് ചിലപ്പോൾ മന്ത്രി അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയണമെന്ന് നിർബന്ധമില്ല, താഴേക്കിടയിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും വിവാദങ്ങൾ ഈ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു, എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഈ പാമ്പ് പിടിച്ച് മരണപ്പെട്ട ശുഭം എന്നുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് അവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും എൻ്റെ പിറകെ നടക്കുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് എന്നെ സാറ് പറഞ്ഞ കണക്ക് എന്നെ ആളുകൾ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം. അതില്ലായ്മ ജനങ്ങളുടെ മനസ്സിൽ വന്ന എൻ്റെ അടുത്തുള്ള സ്നേഹം ഇവരെന്ത് വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം വാവയെ വെറുതെ വിടുക, വാവയെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ആർക്കും ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ജീവിയെ പിടിക്കുന്നു, സേഫായിട്ടുണ്ട് തുറന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ വരവ് ചെലവുകൾ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ സാറ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഡ്രൈവിംഗ് കഴിയുമ്പോൾ സാറ് സ്കൂട്ടർ പഠിച്ചു, സാറിന് ആരെങ്കിലും ആക്റ്റീവ് തരാറുണ്ടോ? അല്ലെങ്കിൽ സ്കൂട്ടർ തന്നു വിടാറുണ്ടോ? ഇവിടെ ഇവരെന്താ ചെയ്യുന്നത്? 3000 രൂപയുടെ കിറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു അഴിമതിയല്ലേ? അതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഒരു 150 രൂപയ്ക്ക് മുടങ്ങുന്ന ഒരു സാധനം, 2-3 മീറ്റർ തുണിയിലടിക്കുന്ന ഒരു സാധനം, 2 ഇരുമ്പിൽ വളയ്ക്കാൻ പറ്റുന്ന 2 സാധനം, ഇത് 3000 രൂപയ്ക്ക് സർക്കാരിൻ്റെ ഫണ്ട് എടുത്ത് വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് ഇവിടെ നടക്കുന്നത്. ഇനി മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും. സന്തോഷം.